ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ പാനിലാണ് ചെയ്യുന്നത്. വെറും 3 ചേരുവകൾ മാത്രം മതി. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഗോതമ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ബിസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലൊരു ഫ്രൈ പാനിലാണ്. ഇതിലാകുമ്പോൾ ഒരുപാട് ബിസ്ക്കറ്റ് നമുക്ക് ഒരേ സമയത്ത് തന്നെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ബട്ടറാണ്, വെണ്ണയാണ്. അതൊരു 50 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 1/4 കപ്പ് തന്നെ നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നെയ്യുടെ ടേസ്റ്റ് വരുന്നൊരു ബിസ്ക്കറ്റ് ആണെങ്കിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് എടുത്തുന്നേ ഉള്ളൂ. സ്പൂൺ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. നമ്മുടെ ബട്ടർ നല്ല സോഫ്റ്റായി നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ ഇതുപോലെ നല്ല സോഫ്റ്റായി ക്രീമിയായി വന്ന ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു പരുവെത്തിയിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും നമ്മളൊരു ക്രീം പോലെ, നമുക്കൊരു ബട്ടർ ക്രീം പോലെയൊക്കെ കിട്ടും. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഗോതമ്പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, ആട്ടപ്പൊടി. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ ഈ ക്രീമുമായിട്ട് ചേർത്ത് നമ്മൾ ഈ പൊടി നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ കൈവച്ച് നമുക്കത് കുഴക്കുന്ന സമയത്ത് ഒരുപാട് ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുഴക്കുന്ന സമയത്ത് കുറച്ച് ഒട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കുഴക്കുമ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മാവ് ഹാർഡായി പോകരുത്, പക്ഷെ ഒരുപാട് ഒട്ടുന്ന രീതിയിൽ വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതുപോലൊരു മാവായിട്ട് നമ്മൾ നന്നായി കുഴച്ചിട്ടെടുക്കണം. ഇനി ഞാനിതിനകത്തേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ചേർക്കുന്നുണ്ട്. ചോക്കോ ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ചോക്കോ ചിപ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ബിസ്ക്കറ്റായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. കാരണം നമ്മൾ ഫ്രൈ പാനിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഇത്രയെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബേക്കായി കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കും. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ദോശയുടെ തവ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ അത് സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. അതിനർത്ഥം അത് ബേക്ക് ആയിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ ബിസ്ക്കറ്റൊക്കെ വലുതായിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ തണുത്ത് കഴിയുമ്പോൾ ശരിക്കും അത് ഹാർഡാവും, ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഫോമിലേക്ക് വരും. പിന്നെ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം മാത്രം ഇത് പാനിൽ നിന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉള്ളത് എൻ്റെ അടിഭാഗമൊക്കെ ഇതുപോലെ ഉണ്ടാവുക, ബ്രൗൺ കളറിൽ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഇത് എടുക്കുക. ഞാനിതൊന്ന് ഒടിച്ചുകൂടെ കാണിച്ചു തരാം എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത്. ഇതുപോലെയാണ് ഉള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ ഒരു ചോക്കോ ചിപ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് സാധാരണ ബിസ്ക്കറ്റ് സൂക്ഷിക്കുന്ന പോലെ തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ല, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്